പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു യേശുനാഥൻ തൻ വഴിയെ പിൻഗമിച്ചാൽ ആനന്ദം നിത്യമാകും. പൊൻവെള്ളിയിൽ ശ്രേഷ്ഠനായ പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയും. എത്ര പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2025 ഫെബ്രുവരി മാസം 7-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. നഷ്ടപ്പെട്ടു പോയതിനെ എങ്ങനെ നമുക്ക് മടക്കി കൊണ്ടുവരാൻ കഴിയും? പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. ഒരു സ്ത്രീക്ക് 10 ധർമ്മ ഉണ്ട് എന്നിരിക്കട്ടെ, ഒരു ധർമ്മ കാണാതെ പോയാൽ അവൾ വിളക്ക് കത്തിച്ച് വീട് അടിച്ചു വാരി അത് കണ്ടുകിട്ടും വരെ സൂക്ഷ്മതയോടെ അന്വേഷിക്കാതിരിക്കും. ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്നത് നഷ്ടപ്പെട്ടു പോയതിനെ എങ്ങനെ നമുക്ക് തിരിച്ചെടുക്കാം എന്നുള്ളതാണ്. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം ശ്രദ്ധിക്കാമെങ്കിൽ 3 ഉപമകൾ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് പറയുന്നത് കാണാൻ പറ്റും. ആദ്യത്തേത് 100 ആടിൽ 1 നഷ്ടപ്പെടുന്നു. രണ്ടാമത്തേത് 10 ധർമ്മയിൽ 1 നഷ്ടപ്പെടുന്നു. മൂന്നാമത്തേത് 2 മക്കളിൽ 1 നഷ്ടപ്പെടുകയാണ്. 1 നഷ്ടപ്പെടുകയാണ്. എന്നെ ശ്രദ്ധിക്കുന്നവരെ, ഈ പ്രഭാതത്തിൽ ചിലവരെ നോക്കി ഞാൻ ദൂത് പറയുകയാണ്. നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ നഷ്ടപ്പെട്ടതിനെ എൻ്റെ കർത്താവ് മടക്കി തരും. ബൈബിൾ പൂർണ്ണമായി പഠിച്ചവർക്ക് അല്ലെങ്കിൽ ബൈബിൾ മനസ്സിലാക്കിയവർക്ക് അറിയാം, യോബിന്റെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടതാണ്. എന്നാൽ ദൈവം ഇരട്ടിയായി മടക്കി കൊടുത്തത് കാണാൻ കഴിയും. 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ ഒരു വായ്പ വാങ്ങിയ കോടാലി വെള്ളത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നത് കാണാൻ കഴിയും. എന്നാൽ ആ വ്യക്തിയുടെ അപേക്ഷ പ്രകാരം ഒരു കോല് വെട്ടി വെള്ളത്തിലിടുകയും ആ ഇരുമ്പ് തിരിച്ചു മടങ്ങി വരികയും ചെയ്തത് കാണാൻ കഴിയും. ഈ മേഖലകളിലെല്ലാം ആഴമായി വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിനോട് ഞാൻ വിളിച്ചു പറയുന്നു, നിങ്ങൾ നഷ്ടത്തിൽ ജീവിക്കരുത്. നിങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കുമെങ്കിൽ, നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുമെങ്കിൽ, നിങ്ങൾ അതിനുവേണ്ടി ഒരു സ്റ്റെപ്പ് വയ്ക്കുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയത് മടങ്ങി വരാൻ പോവുകയാണ്. ഞാൻ വേദഭാഗത്തിലേക്ക് മടങ്ങി വരികയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം ശ്രദ്ധിച്ചാൽ ഈ നഷ്ടപ്പെട്ടു പോയതിന് ആദ്യത്തെ 2 ഉപമകളിലും 100 ആടുള്ളതിലും 10 ധർമ്മയുള്ളതിലും ആ നഷ്ടപ്പെട്ടു പോയ വ്യക്തി അതിനെ തിരിച്ചു പിടിക്കുവാൻ ഇറങ്ങിത്തിരിക്കുന്നത് കാണാൻ കഴിയും. ഇന്ന് ഈ പ്രഭാതത്തിൽ ചിലരോട് ഞാൻ പറയുന്നു, പല മേഖലകളിൽ നഷ്ടങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടാകാം. ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം, ആരോഗ്യം നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം, സമ്പത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം, മക്കൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം, നിങ്ങളുടെ കുടുംബജീവിതം നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. പല മേഖലകളിൽ നഷ്ടങ്ങൾ സഹിക്കുന്നവരായിരിക്കാം എന്നെ കേൾക്കുന്നത്. അവരോട് ഞാൻ ഒരു സ്റ്റെപ്പ് കയറി നിന്ന് പറയുകയാണ്, നിങ്ങൾ ഒന്നുകൂടെ ശ്രമിക്കാൻ പറ്റുമെങ്കിൽ നഷ്ടപ്പെട്ടു പോയതിനെ മടക്കി തരുന്ന വലിയവനായ ദൈവത്തെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ 3 ഉപമകളിലും നഷ്ടപ്പെട്ടത് മടങ്ങി വരുമ്പോൾ അവിടെ വലിയ സന്തോഷവും ആനന്ദവും ഉണ്ടാകുന്നത് കാണാൻ കഴിയുന്നു. എന്നെ ശ്രദ്ധിക്കുന്നവരെ, നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടത് മടങ്ങി വരുമ്പോഴാണ് നമുക്ക് സന്തോഷം ഉണ്ടാകുന്നത്, നമുക്ക് സമാധാനം ഉണ്ടാകുന്നത്, വലിയ ആനന്ദം ഉണ്ടാകുന്നത്.
എങ്കിൽ ഈ പ്രഭാതത്തിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ആനന്ദത്തിൻ്റെ ദിവസങ്ങൾ വരാൻ പോകുന്നു. നിങ്ങൾക്ക് സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ ദിവസങ്ങൾ വരാൻ പോകുകയാണ്. കാരണം നഷ്ടപ്പെട്ടതിനെ എൻ്റെ കർത്താവ് മടക്കി തരാൻ പോകുന്നു. ഹല്ലേലൂയ. അതിനകത്ത് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ നഷ്ടപ്പെട്ടത് മടങ്ങി വരുമ്പോഴാണ് ഒരു കോറം തികയുന്നത്, അല്ലെങ്കിൽ ഒരു പൂർണ്ണതയിലേക്ക് വെളിപ്പെടുന്നത് കാണാൻ പറ്റും. 99 നിന്ന് ഒന്നുകൂടെ ആടാകുമ്പോൾ 100ലേക്ക് വരുന്നു. 9 നിന്ന് ഒന്നുകൂടെ ആടാകുമ്പോൾ 10ലേക്ക് വരികയാണ്. എന്ന് പറഞ്ഞാൽ ഒറ്റയക്കത്തിൽ നിന്ന് 2 അക്കത്തിലേക്കും 2 അക്കത്തിൽ നിന്ന് 3 അക്കത്തിലേക്കും അത് കയറുന്നത് കാണാൻ പറ്റും. നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടത് തിരിച്ച് ആടാകുമ്പോൾ വലിയ വർധനവുകൾ സംഭവിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇന്നലത്തെ സ്റ്റേജുകൾ മാറാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ എൻ്റെ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിനകത്ത് പുതിയ തലങ്ങൾ തുറക്കുവാൻ പോകുന്നു. ഈ നിലയിൽ തന്നെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ തന്നെ എങ്ങനെ നഷ്ടപ്പെട്ടു പോയതിനെ മടക്കി ലഭിക്കാൻ കഴിയും, അല്ലെങ്കിൽ മടക്കി കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളത് ഞാൻ ചിന്തിക്കാൻ തുടങ്ങുകയാണ്. നമുക്ക് വായിച്ച 8ാമത്തെ വാക്യത്തിലേക്ക് വരാം. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 8ാമത്തെ വാക്യം. ഒരു സ്ത്രീക്ക് 10 ധർമ്മയുണ്ട് എന്നിരിക്കട്ടെ. ഒരു ധർമ്മ കാണാതെ പോയാൽ അവൾ വിളക്ക് കത്തിച്ച് വീട് അടിച്ചു വാരി അത് കണ്ടുകിട്ടും വരെ സൂക്ഷ്മതയോടെ അന്വേഷിക്കാതിരിക്കും. ഈ ഒറ്റ വാക്യത്തിനകത്ത് വലിയ 3 ആഴങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന്, കാണാതെ പോയ ധർമ്മയ്ക്ക് വേണ്ടി അവൾ വിളക്ക് കത്തിക്കുകയാണ്. എന്നെ ശ്രദ്ധിക്കുന്നവരെ, വിളക്ക് കത്തിക്കുക എന്ന് പറഞ്ഞാൽ ഇരുട്ടുള്ള ഒരു സ്ഥലത്ത് വെളിച്ചം വെളിപ്പെടുകയാണ്. ഈ പ്രഭാത സന്ദേശത്തിൽ തന്നെ തീരുമാനമെടുക്കുന്ന ചിലരുണ്ട്. ഇന്നു മുതൽ ഞാൻ അറിഞ്ഞുകൊണ്ട് വെളിച്ചത്തെ കത്തിക്കുകയാണ്. ഈ വെളിച്ചത്തോട് ഉപമിക്കുമ്പോൾ തന്നെ യേശു കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. യേശുവിന്റെ അടുക്കലേക്ക് ഒരാൾ അടുത്താൽ ഇരുട്ട് അവന്റെ മേലിൽ നിന്ന് മാറും. അതേപോലെ സങ്കീർത്തനക്കാരൻ പറയുന്നു, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ മണവാളനെ അന്വേഷിച്ചുകൊണ്ട് വിളക്കിലെ എണ്ണയെ സൂക്ഷിച്ച് വിളക്ക് കത്തിച്ച 10 കന്യകമാരെ നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ പരിശുദ്ധാത്മാവിനെ വിളക്കിനോട് ഉപമിക്കാം. നിങ്ങൾ വിളക്ക് കത്തിക്കുന്നവരായി തീരണം. നിങ്ങൾ വെളിച്ചത്തെ വെളിപ്പെടുത്തുന്നവരായി തീരണം. വെളിച്ചം ഇരുട്ടുള്ള ഒരു സ്ഥലത്ത് വെളിപ്പെട്ടാൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, പല കാര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതുവരെ മറഞ്ഞു കിടന്ന ചിലത് നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇന്നു മുതൽ നിങ്ങൾ വിളക്ക് കത്തിക്കുന്നവരാണ്. വിളക്ക് കത്തിച്ചെന്ന് പറഞ്ഞാൽ ജീവിതത്തെ ഇരുട്ടിന് മാറ്റുകയാണ്. അല്ലെങ്കിൽ ഇതുവരെയും ദൈവത്തോട് അടുപ്പിക്കാതിരുന്ന, ഇതുവരെയും ദൈവസന്നിധിയിലേക്ക് അല്ലെങ്കിൽ പൂർണ്ണമായി വിധേയപ്പെടാത്ത രീതിയിൽ നിന്ന ചില ഇരുട്ടുകൾ ഇന്നത്തെ ഈ വചന സന്ദേശത്തിൽ അവസാനിക്കാൻ പോവുകയാണ്. വെളിച്ചത്തിൽ ജീവിക്കുക, വെളിച്ചത്തിനകത്ത് നടക്കുക, വിളക്ക് കത്തിക്കുക. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത്ഭുതത്തെ കൊണ്ടുവരാൻ പോകുന്നു. ഒന്ന്, വിളക്ക് കത്തിയാൽ പല കാര്യങ്ങളും മറഞ്ഞു കിടക്കുന്നത് ഓപ്പണാകും. 2, അവൾ അടിച്ചു വാരിയെന്നാണ് കാണുന്നത്. എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആ ധർമ്മ കിടക്കുന്ന സ്ഥലത്ത് സകലതും ഒന്ന് തൂത്തടിപ്പിക്കുകയാണ്. ആ സ്ഥലം ഒന്ന് ശുദ്ധീകരിക്കുകയാണ്. ഞാൻ വിശ്വസിച്ചുകൊണ്ട് പറയുക, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു ശുദ്ധീകരണം വെളിപ്പെട്ടാൽ, നിങ്ങളൊന്ന് അടിച്ചു വാരാൻ, നിങ്ങളൊന്ന് ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കാൻ തയ്യാറായാൽ പല നഷ്ടങ്ങളും ഇന്ന് മടങ്ങി വരാൻ തുടങ്ങും. ഹല്ലേലൂയ. ജീവിതത്തിനകത്ത് അല്ലെങ്കിൽ ഒന്ന് ക്രമത്തിലേക്ക് വന്നാൽ, ആഹാരത്തിൽ ഒരു ക്രമം, ആ ഉപവാസത്തോടും പ്രാർത്ഥനയോടും ദൈവസന്നിധിയിലേക്ക് വന്നാൽ നഷ്ടപ്പെട്ടു പോയ പ്രാർത്ഥന മടങ്ങി വരാൻ പോവുകയാണ്. ഹല്ലേലൂയ. നഷ്ടപ്പെട്ടു പോയ ദൈവകൃപ മടങ്ങി വരാൻ പോവുകയാണ്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഇന്ന് നിങ്ങൾ ഒന്ന് അടിച്ചു വരാൻ തയ്യാറായാൽ ദൈവത്തിന്റെ വലിയ കരം നിങ്ങൾക്ക് ചിലതിനെ മടക്കി കൊണ്ടുവരാൻ പോവുകയാണ്. 3ാമത്തെ, സൂക്ഷ്മതയോടെ അന്വേഷിക്കുകയാണ്. അല്ലെങ്കിൽ ദൈവസന്നിധിയിലേക്ക് ഏകാഗ്ര ഹൃദയത്തോടെ അടുക്കുകയാണ്. അങ്ങനെ അടുക്കുന്ന ഈ 3 കാര്യങ്ങൾ നിൽക്കുന്നവരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നഷ്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മാറാൻ പോകുന്നു. നഷ്ടപ്പെട്ടത് മടങ്ങി വരാൻ പോവുകയാണ്. കർത്താവ് നിങ്ങളെ ഈ വചനത്തിൽ അനുഗ്രഹിക്കും, നിശ്ചയമായിട്ടും. നമുക്ക് ഒരുമിച്ച് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ പ്രഭാതത്തിൽ നഷ്ടപ്പെട്ടതിനോർത്ത് കരയാതെ ചിലതിനെ തിരിച്ചു പിടിക്കാൻ ചിലർ എഴുന്നേൽക്കുമല്ലോ. അവരെ അങ്ങ് അനുഗ്രഹിക്കുന്നതിനായി മതി. അങ്ങയുടെ കരം അവർക്ക് വേണ്ടി വെളിപ്പെട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. പ്രിയരെ, പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർമ്മിക്കുന്നു. എല്ലാ ദിവസവും 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധനയുണ്ട്. അനേകർക്ക് ഇത് അനുഗ്രഹമാണ്. നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു, വിളിച്ചാട്ടെ. സൂം ഐഡിക്ക് വേണ്ടി വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താട്ടെ. കർത്താവ് നിങ്ങളെ അധികത്തിൽ മാനിക്കും. കർത്താവിൻ്റെ കരം നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.